മക്കൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ചിന്തിക്കുക, യൂറോപ്പ് വളരെ മോശമായുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ അയച്ചുകൂടെ സേഫ് എന്ന് തോന്നുന്നു. നാട്ടിൽ ഇതിനേക്കാൾ മോശമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു എന്തുവാ MD MA ഒക്കെ ആയിട്ട് പിടിക്കപ്പെടുക. മയക്കുമരുന്നിൻ്റെ വലിയൊരു ലോകത്തിലോട്ട് യുവതലമുറ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറകെ പോയി നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റ് കൂട്ടുകെട്ടുകളിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പുറകെ നടന്ന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ കയ്യിൽ അവനെ പിടിപ്പിക്കുക, കർത്താവിൻ്റെ കയ്യിലോട്ട് അവളെ അങ്ങ് പിടിപ്പിക്കുക. എന്നിട്ട് അമ്മേൻ നമുക്കപ്പോൾ ഉറപ്പുണ്ട്, അമ്മേൻ കുഞ്ഞിനെക്കുറിച്ചൊരു വിവരം കിട്ടിയില്ലെങ്കിൽ മുട്ടുമടക്കി കർത്താവിനോട് ചോദിക്കാം, കർത്താവേ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടേ, എൻ്റെ മോളെ സൂക്ഷിക്കേണ്ട കടമ നിനക്കാ, എൻ്റെ മോനെ സൂക്ഷിക്കേണ്ട കടമ നിനക്കാ. എത്ര നാൾ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ വളരുമെന്ന നമ്മുടെ കൂടെയുള്ള സമയം നമ്മൾ അവരെ ദൈവകൃപയിൽ എല്ലാ ദിവസവും അവർ സ്കൂളിലെ പഠിച്ചില്ലെങ്കിലും നമ്മൾ അന്വേഷിക്കണം, മക്കള് ബൈബിൾ വായിച്ചോ, പ്രാർത്ഥിച്ചോ, ആമേൻ, നമ്മളത് പഠിപ്പിക്കണം. ആമേൻ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു തലമുറയും നശിച്ചു പോകത്തില്ല.